ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ വേദ സ്വയം ഉണ്ടാക്കിയ ആ ഒരു പുലാവൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ വേദ കഴിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ദേ ഞാൻ ഭക്ഷണം കഴിക്കുവാട്ടോ, ഇനി ആരും പട്ടിണി കിടക്കണ്ട എന്ന് പറയാൻ അമ്മയെ നോക്കി പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും എന്താ പറയാ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മുടെ വേദയാണെങ്കിൽ വേദയുടെ സ്പെഷ്യൽ പുലാവ് കഴിക്കുന്നുണ്ട്. അപ്പൊ വേദ പുലാവ് എടുത്ത് വായിൽ വെച്ചതും എരിഞ്ഞിട്ട് നിക്കക്കളിയില്ലാതെ എന്തൊക്കെയോ കാണിക്കുന്ന രംഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഓടിപ്പോയിട്ട് വായൊക്കെ കഴുകുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു എരിവ് വേദയ്ക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. വേദയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല കേട്ടോ. ഓ ഭയങ്കര ടേസ്റ്റ്, എന്തൊരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയിച്ചാട്ടോ കഴിക്കുന്നതൊക്കെ. അപ്പൊ നന്ദിനി അടുത്തേക്ക് മനസ്സിലായി എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അപ്പൊ നന്ദിനി അടുത്ത് നോക്കുമ്പോ കാണാൻ ഭയങ്കര രസമുള്ള ഒരു പുലാവൊക്കെ. ഓ കാണാൻ ഭയങ്കര ഗംഭീരാണല്ലോ, എനിക്കും കഴിക്കണം പുലാവ് എന്ന് പറഞ്ഞ് നന്ദിനി അടുത്ത് കുറെ പ്ലേറ്റിൽ വാരി എടുത്തിട്ട് വായിലോട്ട് ഇങ്ങനെ കപ്പം കുപ്പം കയറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്ദിനിയിടത്തേക്കും എരിവ് ആ ഒരു ഫീൽ ചെയ്യുന്നതായിട്ട്. അതിനുശേഷം ഓട്ടിപ്പോയി വാ കഴുകുന്നതും അങ്ങനത്തെ കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു രംഗങ്ങളായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഒരു കാരണം എന്ന് വെച്ചാല് നമ്മുടെ വേദയുടെയും നമ്മുടെ വിക്രത്തിന്റെയും ആ ഒരു വിവാഹ വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു ലോക്കൽ ചാനലുകാരിട്ട് അത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. നമ്മുടെ വേദയെ മനഃപൂർവ്വമാണ് നമ്മുടെ വിക്രം കെട്ടിയത്, ആ ഒരു കുടുംബത്തെ എന്താ പറയുക നാണം കെടുത്താൻ, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവർ പണ്ടേ പ്രണയത്തിലായിരുന്നു, ഇവർ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പുതിയ നാടകം കളിച്ചതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പറയുക വേദയും വിക്രമിന്റെയും അവരുടെ രണ്ടുപേരും വീട്ടുകാരെയും ഇങ്ങനെ തരം താഴ്ത്തിയാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ മൊത്തം പറയുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വേദയുടെ വീട്ടുകാർ ഇത് കാണുന്നുണ്ട്. അപ്പൊ വേദയുടെ വീട്ടുകാർക്കാണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങിയതോടുകൂടി കണ്ടോ, നമ്മുടെ കുടുംബക്കാരെ നാറ്റിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഈ വീഡിയോ ഇറക്കിയതാണ്, ഇതിന് പിന്നിൽ വിക്രമായിരിക്കും എന്ന് അവര് പറയുന്നു. നമ്മുടെ വിക്രത്തിന്റെ വീട്ടുകാരെന്താ പറയുന്നത്, ഈ വീഡിയോ ഇട്ടത് വിക്രത്തിന്റെ വീട്ടുകാർ മൊത്തമല്ല കേട്ടോ, നമ്മുടെ നന്ദിനിയടുത്തി മാത്രം കേട്ടോ. ഈ വീഡിയോ ഇട്ടത് വേദയാണെന്നും പറഞ്ഞ് അവരും കടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ. അപ്പൊ നമ്മുടെ അച്ഛനും കാണും, വിക്രത്തിന്റെ അച്ഛനും മാഷും കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ മാഷിനാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മതിയായി, ഞാൻ ഇത്ര നാളും കെട്ടിപ്പൊക്കിയ ആ ഒരു പേരൊക്കെ ഇനി പോയി, ഇനി എന്തിന് ഞാൻ ജീവിക്കണം, ഇനി നാണക്കേടും മാനക്കേടും മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ അമ്മ നമ്മുടെ വേദയോട് ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ ഇട്ടത് നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വേദ പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഈ ഒരു വീഡിയോന് പിന്നിൽ ആരാണെന്ന് എനിക്ക് ഒരു പിടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്താണെങ്കിലും നമ്മുടെ വിക്രം ഈ വീഡിയോ ഇട്ട ആളെ കണ്ടുപിടിക്കുകയും തല്ലി എന്താ പറയാ ഇഞ്ചപ്പരുവാക്കി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.